ദൈവമക്കളെ, ഈ ദിവസം വളരെയധികം പ്രധാനപ്പെട്ട ഒരു തിരുവചനം നമ്മൾ കേട്ട് ധ്യാനിച്ച് അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പോകണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി നമ്മിലേക്ക് ഒഴുകപ്പെടാൻ നമ്മൾ തീവ്രമായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കണം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് ആത്മാവിൻ്റെ അഭിഷേകം നമ്മിലേക്ക് നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. 1 യോഹന്നാൻ 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനം നമ്മളിന്ന് ധ്യാന വിഷയമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ച് അറിയാം: യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവാണ് ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റേതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ച് അറിയാം. ഇത് ശരിയായ ആത്മാവിനെ തിരിച്ചറിയുവാനുള്ള വലിയൊരു കാര്യമാണ് യോഹന്നാൻ അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുക. കാരണം ലോകത്തിൽ ഒരുപാട് ആത്മാക്കളുണ്ട്, പലതരത്തിലുള്ള ആത്മാക്കളുണ്ട്. അതിൽ ഏതാണ് ശരിയായ ആത്മാവ് എന്ന് തിരിച്ചറിയുക, അത് ശരിക്കും അത് തിരിച്ചറിയണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യമാണ് യോഹന്നാൻ അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുക. നമുക്കറിയാം, 1 കൊറിന്തോസ് 12-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെയുള്ള വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ അപ്പസ്തോലൻ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള വരം പരിശുദ്ധാത്മാവ് കൊടുക്കും. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ രോഗശാന്തി വരമുണ്ട്, വിശ്വാസ വരമുണ്ട്, വചന പ്രഘോഷണ വരമുണ്ട്. അതിലേറ്റവും വലിയ വരങ്ങളൊന്നാണ് ആത്മാക്കളെ വിവേചിച്ച് അറിയുവാൻ ഉള്ള ഒരു വരം. അത് കിട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ പറയാണ്, ശരിയായ ആത്മാവ് ഏതാണ് സത്യാത്മാവ്. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ നയിക്കുമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സത്യാത്മാവിനെ അറിയാനുള്ള വഴി പറയാണ്, യേശുവിൽ പ്രവർത്തിച്ച യേശുവിനെ ഏറ്റുപറയുന്ന യേശുവാണ് കർത്താവ്, യേശുവാണ് ദൈവം എന്ന് ഏറ്റുപറയാൻ പ്രേരിപ്പിക്കുന്ന ഒരാത്മാവ്. അത് ആ ആത്മാവാണ് സത്യാത്മാവ്. അതുകൊണ്ട് നമുക്ക് ഒരാളൊരിക്കലും വിശ്വാസത്തിലേക്ക് ആരും നമുക്ക് പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുവരാനും പാടില്ല താനും. കാരണം അത് തെറ്റായ കാര്യം. കാരണം ഇതൊരു മാനുഷികമായ വിഷയമല്ല, ഇത് ആത്മീയമായ വിഷയമാണ്. അത് ബൗദ്ധികമായ വിഷയമല്ലത്, ദൈവികമായ വിഷയമാണിത്. അപ്പോൾ അതിനെ നമുക്കങ്ങനെ നിസ്സാരമായിട്ട് കാണാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അത് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു പ്രവർത്തനമാണ്. അതിന് മുമ്പ് നമ്മൾ ഏറ്റവും താഴ്മയോടെ നിൽക്കണം. ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അനുഭവം ഞാൻ പങ്കുവയ്ക്കുക. അതായത് ഒരു മകനൊരു നല്ലൊരു ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ഒരു വലിയൊരു പ്രശ്നം വന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് മാറേണ്ടി വരികയാണ്. എന്നിട്ട് അദ്ദേഹം സ്വയമേവ മറ്റൊരു ബിസിനസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അത് നന്നായിട്ട് വളരുന്നുകൊണ്ടിരിക്കുക. പക്ഷേ പെട്ടെന്ന് ഇദ്ദേഹത്തിന് വളരെ അസ്വസ്ഥത. എല്ലായിടത്തും ബിസിനസ്സിൻ്റെ മേഖല മുഴുവനും തന്നെ വലിയൊരു ബുദ്ധിമുട്ട്. ഇദ്ദേഹം എന്നും പള്ളിയിൽ പോകുന്നൊരു മനുഷ്യനൊക്കെയാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനൊക്കെയാണ്, കുഴപ്പമുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളൊക്കെയുണ്ട്, നല്ല വളർന്ന പ്രായപൂർത്തിയായ മക്കളൊക്കെയുണ്ട്. പക്ഷേ മുഴുവൻ ഡിസോർഡറായി. അങ്ങനെയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങൾ ഒന്നിനും രോഗങ്ങൾ വരാൻ തുടങ്ങി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നതായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം വന്നു കയറിയപ്പോൾ ഇദ്ദേഹം ഓടി എൻ്റെ അടുത്തൊരു ദിവസം വന്നു. വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം പണ്ട് ഞാൻ കണ്ട ഒരാളല്ല ഇത്. ആളുടെ ശരീരമൊക്കെ ഒത്തിരി ശോഷിച്ചു, ആളൊക്കെ മുഖമൊക്കെ ഇരുണ്ട് ആകെ അസ്വസ്ഥനായിട്ട്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഇന്ന പോലെ സംഭവങ്ങളൊക്കെ നടക്കുന്നു, എനിക്ക് എന്നെ നിറഞ്ഞുകൂടാ, എനിക്കിപ്പോൾ തോന്നുന്നത് ആത്മഹത്യ ചെയ്താലും പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞു, എന്താ ഈ പറയുന്നത്? കാരണം ഇതേ ഒരു നല്ല മനുഷ്യനായിട്ടാണ്, അല്ലെ വേറെ കള്ളത്തരോ വഞ്ചനയോ ചതിയോ എന്നുള്ള മനുഷ്യനൊന്നുമല്ല. ആൾ ഒത്തിരി സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പോകുന്നയാളൊക്കെ. പക്ഷെ എന്തൊരു രസം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ തലയിൽ കഴിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുക.
അപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്ത് ബന്ധിക്കണം, ഏത് സ്പിരിറ്റ്, കാരണം ഏത് സ്പിരിറ്റാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈശോന് പറയുക, നീ തുടങ്ങി പ്രാർത്ഥിച്ച് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മനുഷ്യൻ്റെ തലയിൽ കഴിച്ച് ഇദ്ദേഹത്തെ മുട്ടുമേ നിർത്തിയിട്ട് ഇദ്ദേഹത്തെ തലയിൽ കഴിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ഈ മകൻ്റെ മേൽ തരും. പിന്നെ ഞാൻ അറിയുന്നില്ല, എൻ്റെ അധരങ്ങളോട് ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, പൈശാചിക ശക്തിയുടെ പ്രവർത്തനങ്ങൾ ഈ മകനെതിരെ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഇതിങ്ങനെ ഓരോന്നും ബന്ധിക്കുമ്പോൾ ചില സ്പിരിറ്റിനെ ബന്ധിക്കും, ഇദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് ഇദ്ദേഹം അങ്ങോട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വിഷയം വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില മേഖലകൾ വെച്ച് ബന്ധിച്ച് ഷിവർ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ശരീരം ഒരു ശക്തി ഇങ്ങനെ വിട്ടുപോകുന്നു കാണാൻ പറ്റും. അങ്ങനെ ഞാനൊരു 4-5 മിനിറ്റ് ഈ മനുഷ്യന് പ്രാവശ്യം ഇദ്ദേഹം 2-3 വട്ടം ആൾ താഴെ ബോധം കെട്ട് വീണു. ഞാൻ ആനമ്പളമൊക്കെ ഒഴിച്ച് ആളെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ 2-3 വട്ടം എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് എന്നോട് പറഞ്ഞു, അച്ഛാ ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ തലയിൽ നിന്നൊരു ഒരു സംഭവം, എനിക്ക് ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു വലിയ, പക്ഷേ എൻ്റെ മുഴുവൻ പോയച്ചാ എന്താ എനിക്ക് അറിഞ്ഞു, ഐ എം ടോട്ടലി ഫ്രീ ഫാദർ എന്ന് പറയും. ആളങ്ങ് ഭയങ്കരമായിട്ട് സമാധാനത്തിലോട്ടാക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. കാരണം ഇത് സത്യാത്മാവ് നമ്മൾ നിറഞ്ഞാൽ മാത്രം മതി, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈശോയോട് ചേർന്ന്, ഈശോയാണ് നമുക്ക് വിജയം നൽകുന്നത്. ഈശോയുടെ ആത്മാവ് എന്താണ്? ഉയർപ്പിൻ്റെ ആത്മാവ്. മരിച്ചാലും ഉയർപ്പിക്കുന്നത് ഈശോയുടെ ആത്മാവ് നമ്മളുണ്ടെങ്കിൽ മരണാനന്തരം ഒരു ഉത്ഥാനം നമുക്കുണ്ടാകുള്ളൂ. ഈശോ സ്വർഗീയ ജീവിതം. അപ്പോൾ ആ ഒരു ആത്മാവ് നിറയാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു ഞാൻ ആളെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞാൻ ഒരു 1-2 മാസത്തിന് ശേഷം ഇദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ അച്ഛാ, അപ്പോൾ ഒരു പേപ്പറിൽ അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ എഴുതിക്കൊണ്ടിരിക്കുക. അച്ഛാ, അന്ന് പ്രാർത്ഥന കഴിഞ്ഞ പിന്നെ എന്നിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. മാത്രമല്ല, ഞാൻ ചെന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും വലിയൊരു മാറ്റം. ഇപ്പോൾ എല്ലാ സമാധാനത്തിലും, എൻ്റെ കുടുംബത്തിൽ സമാധാനം, എൻ്റെ മക്കളിൽ സമാധാനം, എൻ്റെ ജീവിത പങ്കാളിൽ സമാധാനം, മുഴുവൻ ചേഞ്ചായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ അനുഭവം പങ്കുവെച്ച് മറ്റൊന്നുമല്ല, ഇന്നൊരു മറ്റം ആളുകളുടെ ജീവിതത്തിൽ അന്ധകാര ശക്തികളുടെ കടന്നാക്രമണം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ പല ആത്മാക്കളുണ്ട്. ചിലപ്പോൾ നമ്മളെല്ലാം മന്ത്രവാദങ്ങൾക്കോ അവിടെ പോയി ജ്യോത്സ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ കൈനോട്ടക്കാരൻ്റെ അടുത്തോ രാഹുകാലം നോക്കുന്നതിൻ്റെ അടുത്തോ നാൾനോട്ടം നടത്തുന്നിടത്തോ നമ്മൾ പോകുമ്പോൾ നമ്മൾ നോക്കും അവർ ശരിയായ കാര്യങ്ങൾ. പക്ഷേ ഇത് പല സ്പിരിറ്റുകളുണ്ട്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 16 മുകളിലുള്ള വചനമുണ്ട്. പൗലോസ് പറയാം, ഞങ്ങൾ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടു. അവൾ ഭാവി കാര്യങ്ങൾ പറയുക വഴി അവളുടെ യജമാനന്മാർക്ക് ഒരുപാട് പണം വാങ്ങിച്ചു കൊടുത്തിരുന്ന പറഞ്ഞ്. അപ്പോൾ പൗലോസിനെ ഇങ്ങനെ പോകുമ്പോൾ പൗലോസിനെ കണ്ടിട്ട് ഇവൾ പ്രവചിക്കുന്നുണ്ട്. ഇവൻ പൗലോസ്ലിക ഇവൻ പ്രഘോഷിക്കുന്നത് സത്യമാണ്, ഇവൻ പ്രഘോഷിക്കുന്നത് ഈശോയാണ്, അത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഈ അടിമ പെൺകുട്ടി തിന്മയുടെ ആത്മാവ് ബാധിച്ച്. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും പൗലോസ്ലിക്ക് അത് അസഹ്യപ്പെടുത്തി. പൗലോസ്ലിക തിരിഞ്ഞു നിന്ന് യേശുനാമത്തിൽ നിന്ന് പറയുകയും ഈ അവളിൽ നിന്ന് ആ തിന്മയുടെ ശക്തി വിട്ടുപോവുകയും ചെയ്തു. അപ്പോൾ അതിനകത്തൊരു പ്രത്യേകത, പൗലോസിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നിൽക്കുന്നു. ഈ അടിമ പെൺകുട്ടി പ്രവചിക്കുന്ന ആത്മാവിൽ അത് ഒരു പൈശാചിക ശക്തി നിൽക്കുന്നു. അപ്പോൾ സ്ട്രോങ് ആയ സ്പിരിറ്റ്, വളർന്ന സ്പിരിറ്റ് ക്രിസ്തുവിൻ്റെ ആത്മാവ്, അത് പൗലോസ്ലികയിൽ ഈശോയുടെ ആത്മാവ് നിൽക്കുകയാണ്. ഈ ആത്മാവിനാണ് അതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ഇന്ന് ലോകത്തിൽ നിന്ന് പലരും ബിസിനസ് മേഖലയൊക്കെ കാണാൻ പറ്റും ഈ തിന്മയുടെ ആത്മാക്കൾ ആണ്. യോഹന്നാൻ പുസ്തകം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അതായത് നാം വ്യാജപ്രവാചകന്മാരെ വ്യാജപ്രവാചകന്മാർ ലോകത്ത് ഇഷ്ടം പോലുണ്ട്. അവർ സംസാരിക്കുന്നത് ലൗകികമാണ്, അവർ ലോകത്തിൻ്റേതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യും. ഒത്തിരി പേരിങ്ങനെ ലൗകികമായ പ്രവാചകന്മാരെ കേൾക്കും. പണം ഉണ്ടാക്കാനുള്ള വഴി, സുഖം ഉണ്ടാക്കാനുള്ള വഴി, സാരമില്ലടാ, വ്യഭിചരിച്ചാലും കുഴപ്പമൊന്നുമില്ല, മദ്യപിച്ചാലും കുഴപ്പമൊന്നുമില്ല, സുഖം നേടിയില്ല വിഷയമില്ല, നീ അത് ചെയ്യും, കട്ടെടുത്താലും കുഴപ്പമില്ല, കൊലപാതകം നടത്തിയാലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങളെ വധിച്ചാലും, ഇത് മുഴുവനും വ്യാജ പ്രവാചകന്മാർ, തിന്മയുടെ അരൂപിയാണ്. അപ്പോൾ ഇവരിലൊരു ആത്മാവ് നിൽപ്പുണ്ട്. അതിനെ കീഴ്പ്പെടുത്തണം എങ്കിൽ നമ്മളിൽ ഈശോയുടെ ആത്മാവ് നമ്മൾ നിറഞ്ഞിൽക്കണം. പുനരുത്ഥാനത്തിൻ്റെ ആത്മാവ്, ജീവൻ്റെ ആത്മാവ് നിൽക്കണം. അത് ഈശോ പറഞ്ഞു യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ഈശോ പറയുന്നുണ്ട് ശിഷ്യന്മാരുടെ മേൽ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന് 20 മുതൽ 23 വരെയുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ ഈശോ അവരിലേക്കൊരു ശ്വാസം,
ഈശോയുടെ ശ്വാസം ചെല്ലുക. അപ്പോൾ ആ ജീവൻ ചെല്ലുക. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ കാണുന്നത്. മനുഷ്യനെ മണ്ണുകൊണ്ട് മറിഞ്ഞിട്ട് അവൻ്റെ നാസാന്തരങ്ങളിലേക്ക് അവൻ ഊതിയെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവൻ കൊടുക്കുക, വായുവിലുള്ള ജീവൻ അവന് കൊടുക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ജീവൻ കൊടുക്കുക. അപ്പോൾ ഈശോയുടെ ജീവനാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. മറ്റ് ഒരുപാട് സ്പിരിറ്റുകൾ ലോകത്തുണ്ട്, ആയിരക്കണക്കിന് സ്പിരിറ്റുകളുണ്ട്. അത് അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഏത് ആത്മാവാണ്. ചിലർ ശപിക്കുന്ന സ്പിരിറ്റുകളുണ്ട്, ചിലർ പ്രാകും, ചിലർ തെറി വിളിക്കും, ചിലർ അടിക്കും, ചിലർ വഴക്കും. അപ്പോൾ എല്ലാം തിന്മയുടെ ഒരു പൈശാചിക പീഡയാണ്. എനിക്കറിയാവുന്ന ചില മക്കളുണ്ട്, ഇത്തരം തിന്മയുടെ മേഖലയിൽ കഴിയുന്ന മക്കളോട് പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ട് സ്തുതിച്ച് അവർ ബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അവർ കംപ്ലീറ്റ് ഹീൽഡായിട്ട് ഒത്തിരി സമാധാനത്തോടെ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആലയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്ന് ഇവിടെ നിന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ പ്രാർത്ഥനയ്ക്കും, ലക്ഷക്കണക്കിന്. അപ്പോൾ ഇവർ വന്നിട്ട് പോകുമ്പോൾ കാണാം വരുന്ന ആളെല്ലാം തിരിച്ചു പോകുന്നത്, തിന്മയുടെ അരൂപികൾ വിട്ടുപോകുന്നത്. എനിക്ക് ഏറ്റവും കൂടെ കഴിഞ്ഞ ആളുകൾ ഏറ്റവും മിറക്കിളായിട്ട് അനുഭവപ്പെട്ടത് ഒരു യുവതിയായ്മൾ, അവളുടെ അപ്പനും അമ്മയും കൂടെ അവളെ കൊണ്ട് വരുന്നത്. ഈ കൊച്ചിൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. അവൾ മെഡിക്കൽ 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കും, മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കും. 1-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കണ്ണിൻ്റെയും കാഴ്ച പോയി. അപ്പോൾ അതിനുശേഷം ഇവർ 2 കണ്ണും മാറ്റി വേറെ 2 കണ്ണ് ഫിക്സ് ചെയ്തു. പക്ഷെ ആ 2 കണ്ണിനും പുതിയതായിട്ട് വെച്ച കണ്ണ് വെച്ചിട്ട് കുറേ നാൾ കുഴപ്പം, അത് കഴിയുമ്പോഴത്തേക്കും അത് 2ഉം പോയി. അതൊക്കെ ഈ കൊച്ചങ്ങ് ആകെ ഒരു വല്ലാത്തൊരു നിരാശയിലും ദുഃഖത്തിലും ബന്ധനത്തിലും. അപ്പോൾ ഈ അവസരത്തിൽ ഇവരൊരു വെള്ളിയാഴ്ച ദിവസം ഇവിടെ പ്രാർത്ഥനയ്ക്കുണ്ട്. അവൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു ഇവരോട് ധ്യാനം കൂടാൻ പറയാൻ. അപ്പോൾ ധ്യാനത്തിൽ കയറിയപ്പോൾ ഈ കൊച്ച് എൻ്റെ അടുത്ത് വരുമ്പോൾ തല വെട്ടിച്ചിട്ട് അങ്ങ് അലറുക, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ആർക്കും പിടിച്ച് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സും പറഞ്ഞു, വീട്ടുകാരും പറഞ്ഞു ഇനി കൊച്ചിന് ഒരിക്കലും കണ്ണിന് കാഴ്ച കിട്ടില്ല. കാരണം ആദ്യം ഇവളുടെ കണ്ണിൻ്റെ 2 കണ്ണും പോയി, അതിനുശേഷം വേറെ 2 കണ്ണും കൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചു. ആ 2 കണ്ണിൻ്റെ കാഴ്ചയും പോയി, 0. അപ്പോൾ ഈ അപ്പനും അമ്മയും കൂടെ കൊച്ചിനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ തല യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞൊരു സംഭവം, കാണേണ്ട സംഭവം, അത് കണ്ടാലേ ശരിക്കും നമുക്ക് ഈ സ്പിരിറ്റ് എന്നാന്ന് മനസ്സിലാകുള്ളൂ. ഈ തിന്മയുടെ ശക്തി കുഞ്ഞിനെ വിട്ടുപോവുകയാണ്. അന്ന് തന്നെ ശുശ്രൂഷ കഴിയുമ്പോൾ ഈ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ കാഴ്ച തിരിച്ചു വരാൻ തുടങ്ങി. ഇപ്പോൾ കുഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആരുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല, ആ കൊച്ചിനെല്ലാം കാണാം, ദൈവത്തെ വിളിക്കാൻ പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സ്പിരിറ്റിനെ കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് ലോകത്തിൽ അനേക സ്പിരിറ്റുകൾ. അതുകൊണ്ട് ഈശോ പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും, നിങ്ങൾ പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം മുഴുവനും അതാണ്. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ഒരുവനും ദൈവരാജ്യത്തെ പ്രവേശിക്കാൻ സാധിച്ചാൽ യേശുവിൻ്റെ ആത്മാവിനെ നിറഞ്ഞ മാത്രമേ നമുക്ക് നിത്യയിലേക്ക് പോകാൻ പോലും പറ്റുള്ളൂ. ഈശോ പറഞ്ഞു ഞാനാണ് വഴി, സത്യം, ജീവൻ. ഇതിലൊരു ആത്മാവിൻ്റെ തലവ, ആത്മീയ തലമാണിത്, സ്പിരിച്വൽ തലം. ഇത് ഗ്രഹിക്കണേ തന്നെ നമുക്ക് കൃപ വേണം. എളുപ്പമല്ല. ഞാൻ ഈ പറയുന്ന പോലും എൻ്റെ ദൈവമക്കളെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് എളിമപ്പെടണം. എളിമപ്പെട്ട് വചനം ഇരുന്ന് വായിക്കുക, വചനം മുഴുവൻ വിശ്വസിക്കുക, വചനത്തെ ആരാധിക്കുക, ഈശോയെ ആരാധിക്കുക. അത് വേറൊന്നിനും വേണ്ടിയല്ല, നമ്മളിലേക്ക് സത്യാത്മാവ് തരണം. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആവും. അപ്പോൾ സ്ട്രോങ് ആകുമ്പോൾ നമുക്കറിയാം തിന്മയുടെ അരൂപികൾക്ക് നമ്മളെ അടിക്കാൻ പറ്റത്തില്ല. തിന്മയുടെ അരൂപികൾ അടിച്ചാൽ അത് മാറിപ്പോകും. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് കാണാൻ പറ്റും. അതാണ് ജ്ഞാനസ്നാനത്തിലുള്ള സഭ ഒരാൾ കൊടുക്കുന്നത് ഈശോയുടെ ആത്മാവിനെ നിറയ്ക്കുക. അതാണ് ജ്ഞാനസ്നാനം എന്ന കർമ്മം നടത്തുമ്പോൾ ഈ ശിശുവിൻ്റെ തലയിലേക്ക് ജലം ഒഴിച്ചുകൊണ്ട് സഭ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയിലേക്ക് ഈശോയുടെ ആത്മാവിന് കൊടുക്കുക. ഈ ആത്മാവിൻ്റെ ശരീരം നിറഞ്ഞു കഴിഞ്ഞാൽ അന്ധകാര ശക്തികൾക്ക് ഇവനെ തൊടാൻ പറ്റത്തില്ല. പക്ഷെ നിറയാത്തത് കാണിച്ചാൽ നമ്മളത് വിശ്വസിക്കണം. എത്രമാത്രം വിശ്വസിക്കുകയും എത്രമാത്രം വചനം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴോ അപ്പോഴാണ് ഇതിൻ്റെ ഈ ശക്തി നമ്മളറിയുക. അപ്പോൾ അന്ധകാര ശക്തികൾ തോൽപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഇന്ന് സുവിശേഷ വചനം ആരെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു, എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഈ വചനം ആരെല്ലാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ഈ ആത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ കേട്ടിരുന്നൊരു കാര്യമില്ല, ശരിക്കും ഇരുന്ന് ആരാധിക്കണം, സ്വീകരിക്കണം. അതാണ് യോഹന്നാൻ 1:12 അർത്ഥം. അവനെ സ്വീകരിച്ചവർക്കല്ല, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കല്ല ദൈവമക്കളാകാൻ കഴിവ് നൽകി. അവിടെ കേൾക്കുന്നവർക്കല്ല, സ്വീകരിക്കുന്നവർക്ക്. കേൾക്കുന്ന എത്രയോ പേര് കേൾക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ലോകത്ത് കേൾക്കുന്നു. കേട്ടുകൊണ്ടൊന്നും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളിലേക്ക് ആത്മാവ് നിറയത്തുമില്ല. കേൾവി വേണം, പക്ഷെ ആ കേൾവിയിലൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ കേട്ടിട്ട് സ്വീകരിക്കണം. നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ ആത്മാവ് നമ്മളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശക്തര. നമ്മളെ മേൽ അന്ധകാര ശക്തികൾക്ക് യാതൊരു ആധിപത്യം ഉണ്ടാകുകയില്ല. അപ്പോഴാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞ ഈ വചനം, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാളും വലിയവനായിട്ട് മാറുക. അതുകൊണ്ട് അപ്പസ്തോലന്മാരല്ല ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. അത് അവർ വലിയ വിദ്യാഭ്യാസം കൊണ്ടല്ല ഈ ആത്മാവിനെ നേടിയെടുത്തത്. അതാണ് പഠിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നേടിയെടുക്കാൻ വേണ്ടി ഒരു ക്ലാസ്സിലോ സ്കൂളിലോ കോളേജിലോ ഒന്നും അവർ പോകുന്നവരല്ല. അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്
അവർ പെന്തക്കോസ്ത് ദിനം അവർ യേശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, ഈശോയെ പ്രാർത്ഥിക്കുക, ഈശോയെ വിശ്വസിക്കുക, ഈശോ ദൈവമാണെന്ന് അംഗീകരിക്കുക, അവർ വലിയവനാണെന്ന് അംഗീകരിക്കുക, സർവ്വശക്തനാണെന്ന് അംഗീകരിക്കുക. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം വന്ന് നിറയുന്നത്. അതുകൊണ്ട് 10 ദിനങ്ങൾ അവർ പ്രയറിലിരിക്കുമ്പോൾ അതാണ് പ്രാർത്ഥനയുടെ പവർ. അതാണ് ഈശോയിൽ തന്നെ ഈശോ തന്നെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. യോർദാൻ നദിയിൽ ഈശോ മാമോദീസ സ്വീകരിച്ചിട്ട് കരയ്ക്ക് കയറിയപ്പോൾ, അതാണ് ലൂക്കാ സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ 21, 22 വചനം, ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു, സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി. ഇത് മത്തായി സുവിശേഷകൻ പറയുമ്പോൾ അല്പം കൂടെ വേറെ രീതിയിലാണ് സംസാരിക്കുക, നമ്മെ പഠിപ്പിക്കുക. വലിയ അഭിഷേകത്തോടെയാണ് മത്തായി ശ്ലീഹ നമ്മെ ഈ കാര്യം പഠിപ്പിക്കുന്നത്. അതായത് മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. 15 മുതലുള്ള വചനം വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവൻ സമ്മതിച്ചു. ജ്ഞാനസ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അതായത് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് കരയ്ക്ക് നിന്ന് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കണം. അതിൻ്റെ അർത്ഥം അതാണ്. ഒരു ക്രിസ്ത്യാനിയായിട്ട് കാര്യമില്ല, മാമോസം മുങ്ങിയിട്ട് കാര്യമില്ല. അതിനുശേഷം ഇവരുന്ന് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഈ പ്രയർ ലൈഫ് നയിക്കണം. വിശുദ്ധ കുർബാനയുടെ സഭയുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുകയുള്ളൂ. അവനിലേക്കാണ് പരിശുദ്ധാത്മാവ് നിറയുക. അല്ലാണ്ട് മാംസം മുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. മാംസം മുക്കിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം മുങ്ങി കഴിയുമ്പോൾ അതിനുശേഷം വരുന്നുള്ള ആ ദൈവബന്ധം, ക്രിസ്തു ബന്ധം, യേശു ബന്ധം, അതെത്രമാത്രം ആഴത്തെ ഒരു വ്യക്തി അത് നിർമ്മിച്ച് അത് വളർന്നു വരുമോ അതനുസരിച്ചാണ് ആ വ്യക്തിയിലേക്ക് ഈ കൃപ ഒടുക്കപ്പെടുക. ആണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ നഗരത്തിന് വെളിയിൽ പോകരുത്. ഈ ഒരു പരിശുദ്ധാത്മാവിന് ശക്തി. ഇന്ന് പരിശുദ്ധാത്മാവ് ശക്തി കുറയുമ്പോൾ അതാണ് നമ്മൾ തോറ്റുപോകും. നമ്മൾ പോകുന്ന വഴിയല്ല, നമ്മൾ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരുന്നു, തിരിച്ചടി കിട്ടുന്നു. പ്രാർത്ഥിക്കാൻ പോകുന്നു, തിരിച്ചടി കിട്ടുന്നു. ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി പോകുന്നു, തിരിച്ചടി കിട്ടുന്നു. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഭൗതിക മേഖല, അവിടെ പോയി നമ്മൾ അധ്വാനത്തിൽ ഇറങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ അടി കിട്ടി തിരിച്ചു കയറുന്നു. മക്കളെ ജനിപ്പിച്ച് വളർത്തുന്നു, കുറച്ച് കഴിയുമ്പോൾ അടി കിട്ടി തിരിച്ചു കയറുന്നു. ഇതിന് തിരിച്ചു കയറാനുള്ള കാരണം ഇതാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി നമ്മളിൽ നിറയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അതിൻ്റെ വഴികളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൽ ഒരുപാട് ആത്മാക്കളുണ്ട്, പൈശാചിക ശക്തികളുണ്ട്. യോഹന്നാൻ 8:40 പറയും, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. പൈശാചിക ശക്തി, നുണയൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ലോകത്ത് ഇഷ്ടം പോലുണ്ട്. ഇതിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അതിൽ നാം പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണം. ലൂക്കാ സുവിശേഷം 9:1-2 വചനമുണ്ട്. അവൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു, ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അഭിഷേകം കിട്ടണം. അപ്പോൾ അവിടെ പിശാചുക്കളെ ബഹിഷ്കരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക. ഈ രോഗങ്ങളൊക്കെ ശാസിച്ചകറ്റാൻ പറ്റും. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ. ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിറഞ്ഞിട്ട് ദൈവവചനം നമ്മൾ പറയണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഏറ്റുപറയണം, ഈശോയുടെ വചനം ഏറ്റുപറയണം. അങ്ങനെ പറയുമ്പോഴാണ് ഈ തിന്മയുടെ അരൂപികൾ നമ്മളെ ലോകത്തെ വിട്ടുപോകുക. അന്ധകാരത്തിൻ്റെ ശക്തികൾ, പാപത്തിൻ്റെ ശക്തികൾ, രോഗത്തിൻ്റെ ശക്തികളൊക്കെ വിട്ടുപോകാൻ. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അന്ന് ശുശ്രൂഷ മേഖല കണ്ടുമുട്ടിയൊരു കാര്യമാണ്, നമ്മളിൽ അഭിഷേകം നിറയണം. ഈശോയുടെ ആത്മാവ് നിറയണം. പെന്തക്കോസ്തായിൽ ഈശോയുടെ ആത്മാവിനെയാണ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയുമ്പോൾ നമ്മൾ ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര ശക്തരാണ്. നമ്മളെ പിന്നെ ആർക്കും നമുക്ക് ലോകത്തോട് താല്പര്യം, നമുക്ക് അരൂപികൾ തിരിച്ചറിയാൻ പറ്റും, നമുക്ക് റൂട്ട് തെളിഞ്ഞ് കിട്ടും. നമ്മുടെ പിന്നെ ഒരു തടസ്സം ഉണ്ടാകില്ല. എൻ്റെ ആത്മജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഏത് തടസ്സം വന്നാലും ഈ പരിശുദ്ധാത്മാവ് ആ തടസ്സം മാറ്റിക്കൊണ്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വർഷങ്ങൾ 21 വർഷത്തെ ഞാൻ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ വണ്ടേ തീർന്നു പോയതിനെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവ് നമ്മളുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാം, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ശരിക്കും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ പത്രോസിലും പൗലോസിലും യാക്കോബിലും യോഹന്നാനിലും എസ്തപ്പാനോസിലും ഒക്കെ നിറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ നിറയണമെന്ന് പ്രാർത്ഥിക്കാം. ആ നിറയാൻ വേണ്ടി ഞങ്ങൾ വചനം വായിക്കും, ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പങ്കെടുക്കും, കുമ്പസാരിക്കും, ഞങ്ങൾ തന്നെ എളിമപ്പെടുത്തും, ഞങ്ങൾ പ്രാർത്ഥനയിൽ ഞങ്ങൾ മുഴുകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ക്ഷമിച്ച് ആ ഒരു അരൂപിയുടെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഒരാൾ വലിയതാകുകയല്ല, നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കണം എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു വളർന്ന് ഉയർന്നു നിൽക്കണം. അല്ല എങ്കിൽ ലോകത്തിൻ്റെ അരൂപികൾ നമ്മളെ കീഴ്പ്പെടുത്തി കളഞ്ഞിരിക്കും, തകർത്ത് തരിപ്പണമാകും.
അതാണ് ബൈബിളിലെ ഒരു സംഭവം കൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്കേവയുടെ പുത്രന്മാർ രണ്ടുപേര് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടി പോകുന്നൊരു സംഭവം നമ്മൾ ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും. സ്കേവയുടെ പുത്രന്മാർ അവർ പരിശുദ്ധാത്മാവ് നിറയാതെ വന്നിട്ട് യേശുവിൻ്റെ നാമമൊക്കെ പറഞ്ഞുകൊണ്ട് അന്ധകാരശക്തിയെ ബഹിഷ്കരിക്കാൻ പോയി. അന്ധകാരശക്തി തിരിച്ചു കയറി അവരെ അടിച്ചത് കീഴ്പ്പെടുത്തി. അതുകൊണ്ട് ഇവിടെ നമ്മൾ വീരവാദം വേണ്ട, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ അതാണ് ഇതാണ്, അതുകൊണ്ട് എനിക്ക് എന്തു ആകാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിയാടിയാൽ നമുക്ക് തിരിച്ചടി കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അവിടെ ഇതിനെ കീഴ്പ്പെടുത്താൻ ഒരേ ഒരു വഴിയുള്ളൂ, ശരിക്കും ഈശോയുടെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ അഭിഷേകമായി തീരാൻ രാവും പകലും പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക, വചനം സ്വീകരിക്കുക, ഈശോയെ സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ ആത്മാവിൽ നിറയും. അതിനുള്ള വലിയ കൃപ ഈ ആരാധന സമയത്ത് നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണെൻ ജീവിതം, അതെന്നാനന്ദമതിമധുരം. അഭിഷേകം വ്യാപരിക്കട്ടെ. ബലഹീനതയിൽ തികയും അഭിഷേകം. ദൈവശക്തി എന്നാശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനായിട്ട് അങ്ങയുടെ കരകൾ തരുന്നു. ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വേദനകൾ, ദുഃഖങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീരും കഥകൾ എല്ലാം സമർപ്പിക്കുന്നു. കഷ്ടപ്പാടുകൾ സമർപ്പിക്കുന്നു. പ്രതിസന്ധികൾ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയ്ക്കല്ലാതെ മറ്റാർക്ക് ഞങ്ങളെ സഹായിക്കാനാവില്ല. ഞങ്ങൾ അങ്ങയുടെ സംരക്ഷണത്തിലേക്ക് ഞങ്ങൾ തന്നെ വിട്ടുതരുന്നേ. ഞങ്ങളുടെ കരം നീട്ടണമേ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവേ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചാൽ ഞാൻ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന കർത്താവേ, ഞങ്ങളുടെ നിലവിളിക്ക് ഉത്തരം തരണമേ. ചങ്ക് തകർന്നാണ് ഞങ്ങൾ പലരും പ്രാർത്ഥിക്കുന്നത്. എല്ലാ വാതിലും അടഞ്ഞു. ഇനി മുന്നോട്ട് പോകാൻ ശക്തിയില്ല, കഴിവ് നഷ്ടപ്പെട്ടു, ബലഹീനതകൾ ഞങ്ങളെ വേട്ടയാടുന്നു, സാത്താന്റെ ശക്തികൾ ഞങ്ങളെ പിടികൂടുന്നു, രോഗങ്ങൾ ഞങ്ങളെ ബന്ധിക്കുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒന്നുമില്ലാത്തവരായിട്ട് തരുന്നു. ഇപ്പോഴും ദാരിദ്ര്യവും വേദനയും ദുരിതവും ദുരന്തം കൊണ്ട് ഞങ്ങൾ നിറയുന്നതാണ്. കൈകൾ നീട്ടണേ കർത്താവേ, അനുഗ്രഹത്തിന്റെ കരം നീട്ട. യേശുനാമത്തിൽ ബന്ധിക്കുന്നു. കെട്ടടിയട്ടെ, ബന്ധനടിയട്ടെ. ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണം. അപ്പൊ പിതാവേ, അവിടുത്തെ പ്രിയപുത്രൻ ഈശോയുടെ നാമത്തിൽ പ്രവർത്തിക്കണം. അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിക്കണം. കർത്താവേ, നിന്റെ കരം നീട്ടണമേ. പഴുതുള്ള കൈകൾ നീട്ടി ഓരോ മകനെ തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. സൗഖ്യത്തിന് മേൽ സൗഖ്യം സംഭവിക്കട്ടെ. ബന്ധനം അഴിഞ്ഞു പോകട്ടെ. സാത്താന്റെ കൂടാരങ്ങൾ തകരട്ടെ. മന്ത്രവാദ കൂടോത്ര ക്ഷുദ്രപ്രയോഗങ്ങളുടെ ബന്ധനങ്ങൾ ഉള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ യേശുനാമത്തിൽ വിടുതൽ നൽകുന്നു. ബന്ധനം അഴിഞ്ഞു പോകട്ടെ. യേശുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. അശുദ്ധി മുഴുവൻ വിട്ടുപോട്ടെ. പാപം മുഴുവൻ വിട്ടുപോട്ടെ. കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണെൻ ജീവിതം, അതെന്നാനന്ദമതിമധുരം. അഭിഷേകം ബലഹീനതയിൽ തികയും അഭിഷേകം. ദൈവശക്തി എന്നാശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. എല്ലാ മക്കളുടെ മേലും കൃപയതിമനോഹരം. അഭിഷേകം വ്യാപരിക്കട്ടെ. കൃപ കൃപ അതിമധുരം. അനുഗ്രഹം വ്യാപരിക്കട്ടെ. കൃപയിൽ ഞാൻ ആനന്ദിക്കും. ദൈവമേ, കൃപയിൽ ഞാൻ ആശ്രയിക്കും. കൊടുക്കണേ. കൃപയിൽ ഞാൻ ആനന്ദിക്കും. ദൈവമേ, കൃപയിൽ ഞാൻ ആശ്രയിക്കും. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു. നന്ദി, ആരാധന, സ്തുതി, സ്തോത്രം കർത്താവേ. സ്തുതിക്കുന്ന കർത്താവേ, കോടാനുകൂടി നന്ദിയും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു.
ഹല്ലേലൂയ യേശു ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശു ആരാധന. ഹല്ലേലൂയ യേശു ആരാധന 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 ആരാധന.